ഹലോ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിവിടെ ഫില്ലിംഗ് ആണൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. അതുപോലെ ഒരു മീഡിയം സവാള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. മീഡിയം ഫുള്ളായിട്ട് എടുക്കണമെന്നില്ല കേട്ടോ, ചെറുതാണെന്നുണ്ടെങ്കിൽ അതൊരെണ്ണം മതിയാവും. പിന്നെ ഒരു ഏകദേശം അരക്കപ്പ് അളവിൽ ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ ക്യാബേജാണ്. അതുപോലെ തന്നെ ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റും കൂടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊക്കെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ എരിവിന് ആവശ്യമായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഏകദേശം 1 ടീസ്പൂൺ അളവിൽ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളിതോടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള മയണൈസാണ് ചേർത്ത് കൊടുക്കണം. മയണൈസിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനത് റിപ്പീറ്റ് ചെയ്യാനില്ല കേട്ടോ. അപ്പോൾ മയണൈസും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് നേരം ഒന്നും മിക്സ് ചെയ്യേണ്ട. മയണൈസ് ശരിക്കും അതിൽ ഫുള്ളായിട്ട് കവേർഡായിട്ടിരിക്കണം. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ 1/4 കപ്പ് അളവിൽ മയണൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. എന്നാലാണ് അതിൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളിവിടെ ബ്രെഡിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം 2 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു സ്ലൈസിലേക്ക് ആ ടൊമാറ്റോ കെച്ചപ്പിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ ചീസൊക്കെ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചീസ് ബ്രെഡും കൂടെ ഈ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ആ ഒരു ഫില്ലിങ്ങും കൂടെ ഫുള്ളായിട്ട് കവേർഡായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എന്താണോ ചെയ്തത് അതുപോലെയൊക്കെ തന്നെ വേറെ 2 സ്ലൈസ് ബ്രെഡും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഇതുപോലെ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുത്തേക്കാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത് ചീസാണ്. അപ്പോൾ ചീസിൻ്റെ സ്ലൈസാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് ഞാൻ സ്ലൈസ് അങ്ങനെ തന്നെയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബ്ലോക്കായിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്പ്രെഡ് ഈ ഒരു ഫില്ലിങ് ശരിയാക്കുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്താലും ഇതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ ഞാനിവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ബ്രെഡും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ബ്രെഡ് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇങ്ങനത്തെ സ്ലൈസ് ചീസാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ചീസിന് പെട്ടെന്ന് ചൂടേക്കണ ആ ഒരു രീതിയിൽ ചീസുള്ള ഭാഗം താഴ്ഭാഗം വരുന്ന രീതിയിൽ വേണം നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കാൻ. പിന്നെ ടോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് ടോസ്റ്റ് ചെയ്യുക. ഒരു ഭാഗം ഏകദേശം ഒരു 1.5 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബാക്കിയുള്ള മെൽറ്റഡ് ആയിട്ടുള്ള ബട്ടർ അതിൻ്റെ മോൾ ഭാഗത്ത് കൂടെ ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഏകദേശം ഗോൾഡൻ കളറിൽ ഏകദേശം ഈ ഒരു കളർ കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിൽ 2 സൈഡും ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇതിപ്പോൾ ഞാൻ 2 എണ്ണം ഇതുപോലെ മൊരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുട്ടികൾക്കാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പകുതി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കഴിക്കാനൊരു എളുപ്പമായി കാണാനും ഒരു പ്രത്യേകം ഭംഗിയാണ്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി